അടുത്തിടെ മാത്രം അധികാരത്തിലേറിയ UDF സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം. വൈദ്യുത വകുപ്പ് മന്ത്രിയായ സണ്ണി ജോസഫ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിച്ചത് തന്റെ സ്വന്തം അളിയനെ, പെങ്ങളുടെ ഭർത്താവ് ബെന്നി ജോസഫ്. പെങ്ങളുടെ ഭർത്താവായതുകൊണ്ടല്ല നിയമനം, മറിച്ച് ബെന്നി കണ്ണൂർ ജില്ലയിലെ പ്രധാന കോൺഗ്രസ് നേതാവാണ്. DCC ജനറൽ സെക്രട്ടറിയാണ്. കൂടാതെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫിന്റെ ഇലക്ഷൻ ഏജന്റുമായിരുന്നു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാകാൻ അതൊക്കെ യോഗ്യതയാണെങ്കിലും അളിയനെ നിയമിച്ചത് സ്വജനപക്ഷപാതം തന്നെ. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രീതിയോ പക്ഷപാതമോ കൂടാതെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ നഗ്നമായ ലംഘനമായി ബെന്നിയുടെ നിയമനം മാറിയെന്നതിൽ സംശയമില്ല. ഇക്കാര്യത്തിൽ KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫിന് വലിയ ജാഗ്രത കുറവാണ് ഉണ്ടായത്. മറ്റേതെങ്കിലും മന്ത്രിമാർ, പ്രത്യേകിച്ച് അത്ര പരിചയസമ്പന്നർ അല്ലാത്തവർ ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ വിളിച്ച് തിരുത്തിക്കേണ്ട ആളാണ് നാട്ടുകാരും സഹപ്രവർത്തകരും സണ്ണി വക്കീൽ എന്ന് വിളിക്കുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. എന്നാൽ തെറ്റാണ് ചെയ്തതെന്ന് ബോധ്യമുണ്ടായിട്ടും അതിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ന്യായീകരിക്കാനാണ് സണ്ണി ജോസഫ് ശ്രമിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങി തകർന്നു നിൽക്കുന്ന LDFന് അടിക്കാൻ വടി കൊടുക്കുന്നത് പോലെയായി ഈ നിയമനവും അതിൻ്റെ ന്യായീകരണവും. കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാർ നടത്തിയ ഇത്തരത്തിലുള്ള നിരവധി ബന്ധു നിയമനങ്ങളെ അതിനിശിതമായി വിമർശിച്ച പാർട്ടിയും മുന്നണിയുമാണ് കോൺഗ്രസും UDFും. ഒന്നാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ EP ജയരാജന്റെ ബന്ധു നിയമനം വിവാദമായി അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വരെ നഷ്ടപ്പെടുത്തി. അവസാന കാലത്ത് സമാനമായ വിഷയത്തിൽ മന്ത്രി KT ജലീലിന് ലോകായുക്തയിൽ തിരിച്ചടി നേരിട്ടു. പിന്നാലെ മന്ത്രിസ്ഥാനം രാജിവെച്ചു. അതൊക്കെ പൊതുസമൂഹത്തിൽ ഉയർത്തി പോരാടിയ നേതാവായിരുന്നു ഈ സണ്ണി ജോസഫും. 2006-ൽ VS സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന PK ശ്രീമതി തന്റെ മരുമകളെ സ്വന്തം സ്റ്റാഫിൽ കുക്കായി നിയമിച്ചത് വിവാദമായതും കേരള ജനതയ്ക്ക് മുന്നിലുണ്ട്. ഇതൊക്കെ പാഠമായി ഉണ്ടായിരിക്കെയാണ് എല്ലാം അറിയുന്ന സണ്ണി ജോസഫ് തന്നെ പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്ന പണി കാണിച്ചത്. എന്തായാലും വിഷയം വൻ വിവാദമായിരിക്കെ ബെന്നി ജോസഫ് രാജിവെച്ച് സർക്കാരിനെയും പാർട്ടിയെയും രക്ഷിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറി. ഇതോടെ വിവാദം കെട്ടടങ്ങുമെങ്കിലും മന്ത്രി പദവിയിലിരിക്കെ സണ്ണി ജോസഫ് നടത്തിയ സ്വജനപക്ഷപാതമെന്ന ആരോപണം മുഴങ്ങിത്തന്നെ നിൽക്കും. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് സണ്ണി ജോസഫിന് ഒഴിയാനാകില്ല. ബെന്നിയുടെ രാജിയുടെ പ്രതിപക്ഷം ഈ വിഷയം ഇനി കൂടുതൽ ഉന്നയിക്കില്ലെന്ന് സർക്കാരിന് ആശ്വസിക്കാം. പക്ഷേ അനാവശ്യമായ ഒരു വിവാദം ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്തം സണ്ണി ജോസഫിനാണ്. കഴിഞ്ഞയാഴ്ച നിയമന വിവാദം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ മാധ്യമങ്ങൾ പെടുത്തിയപ്പോൾ പരിശോധിക്കട്ടെ എന്നായിരുന്നു മറുപടി. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കൂടാതെ കഴിഞ്ഞ ദിവസം നടന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നടത്തിയ പ്രതികരണവും നിർണായകമാണ്. ഇതെല്ലാം കണക്കിലെടുത്താകണം കൂടുതൽ വിവാദമാകുന്നത് ഒഴിവാക്കാൻ ബെന്നി സ്വയം രാജിവെച്ചത്. അങ്ങനെ സണ്ണി ജോസഫിന് പുതുജീവൻ കിട്ടിയെന്ന് പറയാം. ഒപ്പം വിഷയത്തിൽ ആശങ്കയിലായിരുന്ന കോൺഗ്രസ് പാർട്ടിക്കും രാജി ആശ്വാസമായി.